السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله تعالى أما بعد. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനമുള്ള വിഷയങ്ങളാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോടുമായി ബന്ധമുള്ള ഒട്ടേറെ പേർ നമ്മുടെ ക്ലാസ്സുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒട്ടേറെ പേർ വിളിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അള്ളാഹുവിൻ്റെ മഹാന്മാരായ മശായിഖന്മാരെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കന്മാരുമായി ബന്ധമുള്ള ആളുകൾക്കാണ് സ്വതവേ ഇത്തരം ക്ലാസ്സുകളൊക്കെ കാണാനും കേൾക്കാനൊക്കെ താല്പര്യം ഉണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് വഫാത്തായി പോയ മഹാന്മാരോടും അതിലുപരി ജീവിച്ചിരിക്കുന്ന മഹാന്മാരോടും ബന്ധമുള്ള ധാരാളം ആളുകളുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത്, മശായിഖന്മാർ എന്ന് പറയുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എത്രത്തോളം എന്ന് വച്ചാൽ, നമ്മുടെ പരിശുദ്ധമായ ദീൻ, നമ്മുടെ ഈമാൻ, അത് നിലനിൽക്കണമെങ്കിൽ, അത് കാമിലാകണമെങ്കിൽ, അതിന് പരിപോഷണം ലഭിക്കണമെങ്കിൽ, അതിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് ആ ഈമാൻ വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടേ തീരും, നിർബന്ധമായിട്ടും. അങ്ങനെ അല്ലാതെ ഈമാനികമായിട്ട് നമുക്ക് വളരാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, മശായിഖന്മാർ, അള്ളാഹുവിൻ്റെ മഹാന്മാർ എന്ന് പറയുമ്പോൾ ഒട്ടേറെ പേർ ലോകത്ത് നാനാഭാഗങ്ങളിലായിട്ട്, നാനാ ദിക്കുകളിലായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തവരോ അല്ലെങ്കിൽ പരിശുദ്ധ ദീനിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ശരീഅത്തിൻ്റെ നിയമങ്ങളും യഥാവിധി അതിനെ അർഹതപ്പെട്ടവണ്ണം പരിപാലിച്ചുകൊണ്ടും നിലനിൽക്കുന്ന മശായിഖന്മാരെ തന്നെ വേണം നാം പിൻപറ്റാൻ. കാരണം എങ്കിൽ മാത്രമാണ് നമുക്ക് പരിപൂർണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് ദീനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. മഹാന്മാർ പല വിധത്തിലുണ്ട്, പല രീതിയിൽ, പല കോലത്തിലുണ്ട്. പക്ഷേ നാം പിൻപറ്റുന്ന മഹാന്മാർ, നാം പിൻപറ്റേണ്ട മഹാന്മാർ, അത് നമുക്ക് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ തന്നെ ആയിരിക്കണം. സംശയിച്ചുകൊണ്ട് നാം ഒരു മഹാന്മാരെ പിൻപറ്റാൻ പാടില്ല. സംശയം ഉണ്ടാകാൻ പാടില്ല. നാം ഒരു മഹാനെ പിൻപറ്റുന്നുണ്ടെങ്കിൽ അവരെ സംശയിക്കാനോ അവരുടെ ഉള്ളറകളിലേക്ക് എത്തി നോക്കാനോ അവരെ ചിക്കിച്ചകയാനോ ഒന്നും പാടില്ല. കാരണം അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കി തരും. സംശയത്തോടു കൂടെ നാം ഒരാളെ പിൻപറ്റിയാൽ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നടക്കില്ല, നമ്മൾ നേട്ടം നമുക്ക് പോയി ഉണ്ടാവില്ല, ഈമാനികമായിട്ടുള്ള കണക്ഷൻ നമുക്ക് ലഭിക്കില്ല. അപ്പോൾ മഹാന്മാരെ പിൻപറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നാം തിരഞ്ഞെടുക്കുമ്പോൾ അവരെ നമുക്ക് ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കണം. ഈ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മഹാന്മാർ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അറിവിൻ്റെ പരിമിതിയും നമ്മുടെ അറിവിൻ്റെ കുറവുകൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അത് അവരുടെ അറിവനുസരിച്ച് അത് ഹക്കായിട്ടുള്ള യഥാർത്ഥ വഴിയായിരിക്കാം. പക്ഷെ നാം അത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അതറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഇൽമനുസരിച്ച് അത് തെറ്റുമായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള മഹാന്മാരെ നമുക്ക് സംശയത്തോടുകൂടെ നാം ഒരിക്കലും അവരെ പിൻപറ്റരുത്. സംശയിച്ചുകൊണ്ട് നമ്മളവരെ പിൻപറ്റിയതുകൊണ്ട് നമുക്ക് യാതൊരു ഗുണവും കിട്ടാനില്ല. ഒരു മഹാനെ പിൻപറ്റുമ്പോൾ അവർ പരിപൂർണമായും ഹക്കിൻ്റെ മേലാണ് നിലകൊള്ളുന്നത്. അവർ അള്ളാഹുവിൻ്റെ ആളാണ്, അവർ അള്ളാഹുവിൻ്റെ ഖലീഫയാണ്, അവർ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. അവരിൽ നിന്ന് വരുന്നതെല്ലാം അത് അള്ളാഹു എനിക്കായി നൽകുന്ന തർബിയത്തുകളാണ്. ഇങ്ങനെയാണ് ഒരാൾ വിശ്വസിച്ചുകൊണ്ട് ഒരു മഹാനെ പിൻപറ്റേണ്ടത്. അതിന് യാതൊരു സംശയവും പാടില്ല. എങ്കിൽ മാത്രമാണ് മഹാന്മാരെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലാതെ ഒരു മഹാൻ പിൻപറ്റുന്ന പറഞ്ഞിട്ട് നമ്മൾ ചെല്ലണു, ഒരു മഹാൻ്റെ അടുത്തേക്ക് ചെല്ലണു, ഒരു ഔലിയൻ്റെ അടുത്തേക്ക് ചെല്ലണു, കുറച്ചാളൊക്കെ നമ്മൾ പിൻപറ്റി, കുറച്ചൊക്കെ നോക്കി, പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കുറ്റോ ഒരു കുറവോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ണിൽ കാണുമ്പോഴത്തേനും അത് ശരിയാവോ, അപ്പോൾ അയാളൊരു ശരിയായ വഴിയല്ലല്ലോ. ഇങ്ങനെ ഒരു രീതിയിൽ എന്നാലും നമ്മൾ പോയി വരികയൊക്കെ ചെയ്യുന്നു മാത്രം. അങ്ങനെ ഒരു കാര്യവും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല.
ഔലിയാക്കന്മാരെ പിൻപറ്റുക, മഹാന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഏറ്റവും നല്ലതാണ്. ദീനിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ മശായിഖന്മാരെ കാണലും പിൻപറ്റലും സ്നേഹിക്കലും അവരുടെ വാക്കുകൾ അനുസരിച്ച് അവരുടെ ഗുരുത്വപരത്തോടെ അവരുടെ വഴിയിലായി അവരുടെ നോട്ടത്തിലായി നാം നമ്മുടെ ജീവിതം നയിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. പക്ഷേ പിൻപറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ അറിവുകൾ കൊണ്ട് നാം വിലയിരുത്തി ആ ചിക്കിച്ചകഞ്ഞ് അതിനെ കുറ്റങ്ങളും കുറവുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം നാം ഒരിക്കലും ഒരുക്കുകയോ അതിന് പറ്റിയ രീതിയിലുള്ള സംസാരങ്ങളും കേൾക്കാനൊന്നും നാം ഇടവരരുത്. നാം ഒരൊറ്റ ഈമാനിൽ ഉറച്ചു നിന്നുകൊണ്ട് നാം അങ്ങനെ മുന്നോട്ട് പോയെങ്കിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ഗുരുവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്താനാ? ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ പല രീതിയിലല്ലേ ഉണ്ടാവുക. അവരുടെ അറിവ് ഉന്നതമായ അറിവല്ലേ ഉണ്ടാവുക. അവരുടെ അറിവ് എന്ന് പറയുന്നത് എത്രയോ ഉന്നതമായ തലത്തിലായിരിക്കും ഉണ്ടാവുക. നമ്മുടെ അറിവോ നമുക്ക് ആകെ മദ്രസയിൽ പഠിച്ച അറിവ് അല്ലെങ്കിൽ 4 കിതാബ് നോക്കിയ അറിവേ ഉണ്ടാവും. അവരുടെ അറിവ് കശ്ഫാണ്. അവർക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുക്കുന്ന അറിവുകളാണ്, അല്ലെങ്കിൽ അല്ലാഹു തആല അവർക്ക് ഇൽഹാം മുഖേന കൊടുക്കുന്നതാണ്. അവരുടെ ഹൃദയത്തിലേക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകളാണ് അതൊക്കെ. അപ്പോൾ അവരുടെ അറിവനുസരിച്ച് അവർ ഉന്നതമായ തലത്തിൽ നിൽക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ പ്രവൃത്തികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ അറിവനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തത് ഉണ്ടായേക്കാം. അത് നാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു മഹാനെ പിൻപറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ അറിവനുസരിച്ച് എനിക്ക് നൽകപ്പെട്ട അറിവും എൻ്റെ കാഴ്ചപ്പാടും അനുസരിച്ച് അത് കറക്റ്റായി തീരുന്ന ഒരു മഹാൻ എന്ന് പറയുന്നത് അത് കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം എന്താ? നമ്മുടെ അറിവ് അത്ര പരിമിതമാണ്, മഹാൻ്റെ അറിവ് അത്ര ഉന്നതാണ്. അപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് ആ മഹാൻ കറക്റ്റ് ആയിരിക്കണം എന്ന് നാം ചിന്തിക്കുന്നത് അത് അബദ്ധമാണ്. നമുക്ക് നൽകപ്പെട്ട അറിവ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മഹാനെ നാം വിശ്വസിക്കുമ്പോൾ, ഒരു മഹാൻ ഹദറത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കിതാബും നമ്മുടെ അറിവുകളൊക്കെ മാറ്റിവെച്ച് ചിക്കിച്ചകയാനുള്ള ആ ഒരു സാഹചര്യം മാറ്റിവെച്ചിട്ട് അവരിലേക്ക് നാം വിശ്വസിച്ചാൽ മാത്രമാണ് നമുക്കൊരു മഹാനിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതേസമയം നമ്മുടെ അറിവ് നാം പഠിച്ചതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ എന്തായാലും നമ്മൾ പഠിച്ചതിൻ്റെ എതിരായ വാക്കുകളോ പ്രവൃത്തികളോ മിക്കവാറും മഹാന്മാരിൽ നിന്ന് കാണുക തന്നെ ചെയ്യും. കാരണം അങ്ങനെയാണ് അള്ളാഹു ഇതിനെ സംവിധാനിച്ചിട്ടുള്ളത്. ഇന്നായിട്ടല്ല ലോകം തുടങ്ങിയ കാലം മുതലേ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഖദർ അലൈഹി സ്വലാം ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ മുത്തു റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഉവൈസുൽ ഖർനി ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇന്നോളം വരെ നോക്കിയാൽ മഹാന്മാരിൽ എല്ലാവരിലും പ്രത്യക്ഷമായി നാം പഠിച്ച അറിവുകൾക്കും മനസ്സിലാക്കിയ കാര്യങ്ങൾക്കും അപ്പുറത്തുള്ള കുറേ അറിവുകളും അവരുടെ ഭാഗത്തു കൂടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത്തരത്തിലാണ് അല്ലാഹു തആല അവരുടെ ഇൽമുകൾ അല്ലാഹു തആല അവർക്ക് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരെ നാം പിൻപറ്റാൻ വേണ്ടി ആഗ്രഹിക്കുകയും അവരെ ചെന്ന് കാണുകയും അവരുടെ അടുത്ത് ചെല്ലുകയൊക്കെ ചെയ്തു. ആദ്യം നമ്മൾ ചെന്നു, കണ്ടു, അള്ളാഹിൻ്റെ മഹാനാണെന്ന് കേട്ടു, ഔലിയാണെന്ന് കേട്ടു, ഒരു മഹാനടുണ്ടെന്ന് കേട്ടു. നമ്മൾ ചെന്നു, നമ്മളൊരാൾ കൊണ്ടുപോയതാണ്, ഒരു സുഹൃത്ത് കൊണ്ടുപോയതാണ്. ആ സുഹൃത്ത് മുഖേന നമ്മൾ ചെന്ന് കണ്ടു, കേട്ടു. ആദ്യമൊക്കെ നമ്മളങ്ങനെ കേട്ടു വിശ്വസിച്ച് അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് കൂടുതൽ അടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, അവരുടെ ചില വാക്കുകളോ ചില പ്രവൃത്തികളോ ഒക്കെ നമ്മൾ കാണാനോ കേൾക്കാനോ അറിയാനോ ഇടയായത്. അന്നേരം നമുക്ക് തോന്നുകയാണ്, ഇത് ശരിയല്ലല്ലോ, ഇതെങ്ങനെ ശരിയാകും എന്ന് നാം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പോൾ എന്താ അതിന് കാരണം ഉണ്ടായത്? നമ്മുടെ ചിന്തയിൽ നമ്മുടെ അറിവനുസരിച്ച് അവർ ഹക്കാണെന്ന് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ അറിവനുസരിച്ച് അവർ ഹക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മളവരെ പിൻപറ്റാതെ മാറി നിൽക്കുകയാണ്. ഇത് അപകടം തന്നെയാണ്. ഒരിക്കലും ഒരു മഹാനെ പിൻപറ്റിയിട്ട് നമ്മൾ കണ്ട അറിവ് കുറവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ ചെയ്തു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നാം അവരെ വിട്ട് പിന്മാറി നാം ഒഴിവായി പോയി കഴിഞ്ഞാൽ അത് അപകടം ചെയ്യും. മഹാന്മാരുടെ ഭാഗത്തു നിന്നുള്ള ആ മദത് നമുക്ക് നഷ്ടപ്പെട്ടു, ആ ഫൈലാണ് നമുക്ക് മുറിഞ്ഞു പോകും.
ഈമാനികമായി നാം തകരാറിലായി പോകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഈമാൻ തെറിച്ചു പോകാൻ വരെ അത് കാരണമായിത്തീരും. അപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, മഹാന്മാരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പല മഹാന്മാരുണ്ടെന്ന് കേൾക്കുമ്പോൾ ഓടി ചെന്ന് നമുക്കത് എത്ര എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട, ഓടി ചെന്നുകൊണ്ട് കാര്യമുണ്ടെന്ന് വിചാരിക്കേണ്ട. അവരെ മരണം വരെയും ആ പിൻപറ്റൽ നിലനിർത്തിക്കൊണ്ടുപോകുക, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെന്ത് വേണം? നമ്മുടെ കണ്ണിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ അറിവനുസരിച്ച് അവർ ശരിയാണെന്നുള്ള വിശ്വാസം നമുക്കുള്ളിൽ വേണം. അതിനെന്ത് വേണം? അവർ നമ്മുടെ മുന്നിൽ ഹക്കായിരിക്കണം. അവർ അള്ളാഹുവിൻ്റെ ആളാണെന്ന് യഥാർത്ഥമായി വിശ്വസിച്ചിരിക്കണം നമ്മൾ. അവർ ഹക്കാണ്, ഇത് ഉറച്ച് വിശ്വസിച്ചേ പറ്റൂ. അവർ ചെയ്യുന്നതെല്ലാം ഹക്കാണ്, അവർ പറയുന്നത് ഹക്കാണ്. അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതെല്ലാം അള്ളാഹുവിൽ നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള തർബിയത്തായിട്ട് നാം കണക്കാക്കി റബ്ബിനെ കണ്ടുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ അവർ ഹക്കായിരിക്കണം, അവർ സത്യമായിരിക്കണം, അവർ സത്യത്തിൻ്റെ അഹിലായിരിക്കണം, അള്ളാഹുവിൻ്റെ ഒരു ബാബായിക്കൊണ്ടായിരിക്കണം നാം അവരെ കാണേണ്ടത്. അല്ലാത്ത രീതിയിൽ നാം അവരെ കണ്ടു കഴിഞ്ഞാൽ, നമ്മളവരെ ചിക്കിച്ചകഞ്ഞും നോക്കിയും കണ്ടും പിടിച്ചും ഇത് ശരിയല്ലല്ലോ, ഇത് റെഡിയാവില്ലല്ലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ചെന്നിട്ട് കാര്യമില്ല, നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ മഹാന്മാരെ തിരഞ്ഞെടുത്ത് ചെന്ന് നാം കാണുന്ന സമയത്ത്, കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരുമായിട്ടുള്ള ബന്ധം നാം വളരെ പവിത്രമായി കൊണ്ടുപോവുക. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹാന്മാരെ നാം ചെന്ന് കാണുക. ഇനി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എവിടെയെങ്കിലും നമ്മൾ ഒരാളെക്കുറിച്ച് കേൾക്കുന്നു, അവരുടെ ചില കാര്യങ്ങളോ ചില വാക്കുകളോ ചില പ്രവർത്തനങ്ങളോ നമ്മൾ അറിയാൻ ഇടവന്നു, നമുക്കവരെക്കുറിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം അവരെക്കുറിച്ച് കുറ്റം പറയാതെ അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, കാരണം ആഖിർ സമാനാണ്, നല്ലതുണ്ടാവും, ചിലപ്പോൾ നല്ലതല്ലാത്തതുണ്ടാവും, അങ്ങനെ ഉണ്ടാവാമല്ലോ. എത്രയോ അങ്ങനെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ നാം അടുത്തിടയ്ക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. നല്ല നല്ല മശൈഖന്മാർ ഉണ്ട്, അതുപോലെ തന്നെ ആ കൂട്ടത്തിൻ്റെ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ രൂപവും കോലവും വേഷമൊക്കെ കെട്ടിയിട്ട് ആ കൂട്ടത്തിൽ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആളുകളും ലോകത്തുള്ള കാലഘട്ടമാണല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇതാരാണെന്നൊന്നും അറിയാത്തൊരു കാലഘട്ടമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണത്? ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്തേക്ക് മാത്രം നമ്മൾ പോവുക. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നാം പോവുക, അവരെ പിൻപറ്റിയാൽ പിന്നെ നാം അവരെ ചിക്കിച്ചകയാൻ നിൽക്കരുത്. അവരെ നാം പരിശോധിക്കാനും നിൽക്കാനും ഒന്നും പാടില്ല. നാം ഉറച്ച വിശ്വാസത്തിൽ അവരെ പിൻപറ്റി മുന്നോട്ട് പോകുക തന്നെ വേണം. അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അന്വേഷണത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ്, നല്ല നടപടിക്രമങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴിയും ദീനുമാണെന്നൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു മനസ്സിലാക്കി ആ അടിസ്ഥാനത്തിലാണ് നാം പോകേണ്ടത്. പോയി കഴിഞ്ഞാലോ, ചെന്ന് പിൻപറ്റിയാലോ, പിന്നെ നാം നമ്മുടെ കിതാബും നമ്മുടെ അറിവൊക്കെ അവിടെ പൂട്ടിവെച്ച് മാറ്റിവെച്ചിട്ട് അവരെ നാം പരിപൂർണമായി അംഗീകരിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് കൂടിയേക്കണം. പിന്നെ ചിക്കിച്ചേക്കാൻ നിൽക്കരുത്, കാരണം അത് അപകടമാണ്, വളരെ അപകടമാണ്. പോയില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല, പോയിട്ട് ഒരു ഹക്കായ മഹാന്റെ മുന്നിൽ നമ്മൾ ചെന്നിട്ട് അവരെ പിൻപറ്റിയതിൻ്റെ ശേഷം അവിടെ നിന്ന് പിരിഞ്ഞു പോരുക എന്ന് പറഞ്ഞാൽ അതിനോളം നിർഭാഗ്യം മറ്റൊന്നില്ല. അതുകൊണ്ട് ആദ്യമേ സൂക്ഷിക്കുക. പോകുമ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കി ഉറപ്പുവരുത്തി ആ ഹക്കിൻ്റെ ആളാണ്, യഥാർത്ഥവാനാണ്, അത് ഹക്കിൻ്റെ ആളാണ്, അള്ളാഹുവിൻ്റെ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹാനാണ് എന്ന് നാം അറിയൽ നമുക്ക് നിർബന്ധമാണ്. കാരണം അങ്ങനെയല്ലാതെ എവിടെയും പോരുത്. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ അറിവനുസരിച്ച് അവർ അള്ളാഹുവിൻ്റെ ആളായിരിക്കണം, ഹക്കിൻ്റെ ആളായിരിക്കണം, എന്നിട്ടേ ഒരു മഹാനെ കാണാൻ പാടുള്ളൂ. അല്ലാതെ പരിശോധിക്കാനോ പരീക്ഷിക്കാനോ ഒന്നും നോക്കാനോ അങ്ങനെയൊന്നും എവിടേക്കും പോകരുത്. ഒരു മഹാനെ കാണുമ്പോൾ ഉണ്ട്, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ആദ്യം അറിയണം അവരെക്കുറിച്ച്. അവരെ പരിചയമുള്ളവരുണ്ടാവും, അവരുടെ അടുത്ത് പോയവരുണ്ടാവും, അവരെക്കുറിച്ച് പറയാൻ അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ ഉണ്ടാവും. അവിടെ ചെന്നോ അവരെ കണ്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ആളുകളൊക്കെ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അവരെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവനുസരിച്ച് അവർ ഹക്കാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചെന്ന് കാണുക, അവരെ സ്വീകരിക്കുക. അതോടുകൂടെ നമ്മുടെ ചിക്കിച്ചകയിലും നമ്മുടെ കിതാബും നമ്മുടെ അറിവൊക്കെ അവിടെ പൂട്ടി മാറ്റിവെക്കുക, അവരങ്ങോട്ട് പിൻപറ്റുക. അവർ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുക. ഇനി നമ്മുടെ അറിവനുസരിച്ച്, നമ്മൾ കേട്ടതനുസരിച്ച്, അറിവനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. ഒരു മഹാനുണ്ടെന്ന് കേട്ടു, പക്ഷേ ആ മഹാനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെയാണ്, നമുക്കത് ഹക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വേണ്ട, നമ്മൾ പോകണ്ട. പക്ഷേ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു പോകരുത്.
അവരെക്കുറിച്ച് നമ്മൾ കുറ്റം പറയരുത്. കാരണം എന്താ? നമ്മളറിയാത്ത അറിവുകൾ അള്ളാഹു തആല പലർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരേതറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വാക്ക് പറഞ്ഞത് അല്ലെങ്കിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം വാക്കുകൾ സൂക്ഷിക്കണം. അവരെക്കുറിച്ച് കുറ്റം പറയരുത്, ആക്ഷേപിച്ചുകൊണ്ട് പറയരുത്. കാരണം മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതാ. ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥവാനായ ഒരു മഹാനാണ് അത് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നമ്മുടെ അറിവനുസരിച്ച് അവർ ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയ അടിസ്ഥാനത്തിൽ നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും. അപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ലേ? പോകണ്ട, അവിടെ പോകണ്ട വെച്ചാൽ മതി. നമ്മളും പോകണ്ട. നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്ന, നമുക്ക് ആശ്രിതരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക, മോനെ അല്ലെ മക്കളെ അവിടെ പോകണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകണ്ട എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ കുറ്റം പറയരുത്, ആരോടും പരസ്യമായിട്ട് പ്രഖ്യാപിക്കരുത്, അവർ മോശമാണ്, അവർ ശരിയല്ല, അവർ കള്ളമാണ് എന്ന് നാം പ്രഖ്യാപിക്കരുത്. അത് അവരെ അപകടം ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവർ വളരെയധികം മനസ്സിലാക്കണം. അതുകൊണ്ട് മഹാന്മാർ നല്ലതാണ്, മഹാന്മാരെ പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്. നല്ലതാണെന്നല്ല, നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കണ്ടെത്തിയേ തീരൂ. അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈമാൻ പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഈമാനിന് കരുത്തും കാവലും കിട്ടണമെങ്കിൽ അവർ വേണം, എങ്കിലേ അവസാന സമയത്ത് കെലിമ ചൊല്ലാൻ കഴിയൂ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ഷെയ്ഖ് അവരുടെ ഖിലാദത്തുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാൻ കഴിയും. ഒരു യഥാർത്ഥ ഗുരുവിൽ നിന്ന്, യഥാർത്ഥമായ ഒരു മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം തൽഖീൻ സ്വീകരിക്കാത്തവന് മരണസമയത്ത് അത് ചൊല്ലാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ സാധ്യത കുറവാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന്, ഒരു ഗുരുവിൽ നിന്ന് തൽഖീൻ സ്വീകരിക്കാത്തവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സ്വീകരിച്ച് അത് കൊണ്ടു നടക്കാത്തവന് മരണസമയത്ത് അത് ചൊല്ലാൻ കിട്ടാൻ സാധ്യത കുറവാ. ആരാ പറഞ്ഞത്? ഗൗസുൽ നിങ്ങൾ ഇപ്പം പറഞ്ഞതാ, വൈദ്യശീലങ്ങൾ പറഞ്ഞതാ. നിഷേധിക്കാൻ കഴിയില്ല അതൊക്കെ. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യങ്ങളാണത്. അപ്പോൾ ഈമാൻ സലാമത്താവണമെങ്കിൽ, അവസാനം കലിമ ചൊല്ലി മരിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിൻ്റെ മഹാന്മാരെ പിൻപറ്റിയേ പറ്റൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നാം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പിൻപറ്റാൻ എന്നെൻ്റെ പ്രിയപ്പെട്ടവരോട് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ മുറബ്ബിയായ ഷെയ്ഖിനെ കുറിച്ചും അവരെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.